ഹായ്, ഞാൻ നിങ്ങളിന്ന് കാണിക്കുന്നത് മഡ് ക്രാബ്സിനെയാണ്. മഡ് ക്രാബ്സിനെ ഞണ്ടിനെ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞണ്ടിനെ പിടിച്ച് കാലും കെട്ടി ചട്ടിയിലിട്ടപ്പോൾ ഇവന്മാർ ചാടിപ്പോയൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഒരു തരത്തിലും ഇവന്മാർ നിൽക്കുന്നില്ല. അപ്പോൾ ഇവന്മാരെ പിടിച്ച് ഒരു തരത്തിൽ കാലിൽ കെട്ടി ചട്ടിയിലിട്ട് വീണ്ടും ചാടിപ്പോവും. ആദ്യം ഒരെണ്ണം ചാടി, അത് കഴിഞ്ഞ് അതിൻ്റെ പുറകെ തന്നെ ബാക്കിയുള്ളവൻ ചാടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഴകളിൽ കാണുന്ന ക്രാബ്സാണ്, ഞണ്ടാണ് ഈ മഡ് ക്രാബ്. നല്ല ഇറച്ചിയുള്ള ക്രാബ്സാണ്. കടലിൽ നിന്ന് കിട്ടുന്ന ഞണ്ടിനേക്കാളും ഇറച്ചിയുള്ള ടൈപ്പ് ഞണ്ടുകളാണിത്. ഇത് നമ്മുടെ ഈ കടലിനോട് ചേരുന്ന പുഴ ഭാഗങ്ങളിലാണ് ധാരാളമായിട്ട് കാണുന്നത്. അപ്പം ഇതിനെ പിടിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ നാടുകളിലുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഇതിനെ വാങ്ങിക്കാനും കിട്ടും. അപ്പം അങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ചട്ടിയിലിട്ടപ്പോഴാണ് ഇവന്മാർ ചാട്ടം തുടങ്ങിയത്. പിന്നെ പിടിച്ച് കെട്ടുള്ളൊരു വലിയ ചടങ്ങ് തന്നെയായിരുന്നു. ഇത് ചട്ടിയിലിടും വീണ്ടും ചാടിപ്പോവും. അങ്ങനത്തെ ഒരു സീൻ തന്നെയായിരുന്നു. അങ്ങനെ അവസാനം ഇതിനെ ഒരു തരത്തിൽ പിടിച്ച് ചട്ടിയിലാക്കി. അപ്പം ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഞണ്ടാണ് ഇത്. നല്ല ഇറച്ചിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ടുകളാണ്. അപ്പം ഇതുപോലെ ഞണ്ടുകൾ വേണ്ടവർക്ക് നമ്മുടെ കണ്ണൂർ, ഇപ്പം കാട്ടാമ്പള്ളി, കണ്ണാടിപ്പറമ്പ് ആ ഏരിയകളിലും അതുപോലെ തന്നെ നമ്മുടെ സിറ്റി ഏരിയകളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഈ ഞണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇത് വേണ്ടവർക്ക് ഇവിടെ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇത് വേണ്ടവർ മൊബൈൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് നമ്പർ അയച്ചു തരാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടൽ ഞണ്ടിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ടാണ് ഈ കറുത്ത പുഴ ഞണ്ട്. അപ്പം ഇതിങ്ങളെ പിടിച്ച് ഒതുക്കിയെടുക്കൽ കുറച്ച് ചടങ്ങാണ്. അപ്പം അതൊരു സീനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ആ ഒരു പരിപാടി ഈസി ഉള്ളവർക്ക് എന്താണെങ്കിലും മെസ്സേജ് അയക്കാം.